പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ നമസ്കാരം. അധ്യാത്മരാമായണം പാരായണ പ്രഭാഷണ സപര്യ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ. ഇന്ന് സേതുബന്ധനവും തുടർന്നുള്ള ഭാഗങ്ങളുമാണ് നമ്മൾ വായിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. സേതുബന്ധനം നമുക്കറിയാം, ഈ ജനിമരണ ജലനിധിയുടെ നടുവിലൂടെ രാവണൻ്റെ കൊട്ടാരത്തിലേക്ക് എത്താനുള്ള ഉപാധിയാണ്. അതേത് തരത്തിലാണ് ആദ്യം ആലോചിക്കപ്പെട്ടത് എന്നും എങ്ങനെയാണ് പിന്നീട് അത് സംഭവിച്ചത് എന്നും ഒക്കെയുള്ള വിവരണമാണ് ഇവിടെ. തൽക്കാലമർക്കകുലോദ്ഭവൻ രാഘവൻ അർക്കാത്മജാതി കപിവരന്മാരോടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ. എന്തുപായം സമുദ്രം കടപ്പാനെന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാരുമായി എന്നരുൾ ചെയ്തതു കേട്ടവരേവരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ. ദേവപ്രവരനായൊരു വരുണനെ സേവിക്ക വേണം, എന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. നന്ദിതു തോന്നിയതങ്ങനെ തന്നെയെന്ന് അർണവതീരെ കിഴക്കു നോക്കി തൊഴുത് അർണോജലോചനാകിയ രാഘവൻ ദർഭ വിരിച്ചു നമസ്കരിച്ചിടിനാൻ. അദ്ഭുത വിക്രമൻ ഭക്തി പൂണ്ടെത്രയും മൂന്നഹോരാത്രമുപാസിച്ചിതങ്ങനെ മൂന്നു ലോകത്തിനും നാഥനാമീശ്വരൻ. ഏതും ഇളകീല വാരിധിയും അതിക്രോധേന രക്താന്തനേത്രനാം നാഥനും കൊണ്ടുവാച്ചാപബാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം ഇന്നു പെരുവഴി മീളുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ. മുന്നം മദീയ പൂർവന്മാർ വളർത്തതും ഇന്നു ഞാൻ ഇല്ലാതെയാക്കുവൻ നിർണയം. സാഗരമെന്നുള്ള പേരും മറന്ന് ഉള്ളിലാകുലമെന്നിയെ വാഴുകിലെന്നുമേ നഷ്ടമാക്കിയിടുവൻ വെള്ളം. കപികുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്ത് വില്ലും കുഴിയക്കുലച്ചർണവത്തോടരുൾ ചെയ്തു രഘുവരൻ. സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശിലീമുഖ വിക്രമം. ഭസ്മമാക്കിയിടുവൻ വാരാനിധിയെ ഞാൻ, വിസ്മയമെല്ലാവരും കണ്ടു നിൽക്കണം. ഇത്തം രഘുവരൻ വാക്കുകേട്ടന്നേരം പൃഥ്വീരുഹങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞിത്. മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും അബ്ധിയും ക്ഷോഭിച്ചുമിട്ടാൽ കവിഞ്ഞു വന്ന് ഉത്തുംഗമായ തരംഗാവലിയോടും ത്രസ്തങ്ങളായി പരിതപ്തങ്ങളായി വന്നിത് അത്യുഗ്ര നക്രതിമിച്ഛാദ്യങ്ങളും. അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപ്പതി ദിവ്യാഭരണ സമ്പന്നനായി. 10 ദിക്കും നിറഞ്ഞൊരു കാന്ത്യ നിജഹസ്തങ്ങളിൽ പരിഗ്രഹ്യ രത്നങ്ങളും വിത്രസ്തനായി രാമപാദാന്തികേ വച്ച് സത്രപം ദണ്ഡ നമസ്കാരവും ചെയ്തു. രക്താന്തലോചനാകിയ രാമനെ ഭക്ത്യാ വണങ്ങി സ്തുതിച്ചാൻ പലതരം. ത്രാഹി മാം ത്രൈലോക്യപാലക ത്രാഹി മാം
ത്രാഹി മാം വിഷ്ണു ജഗൽപതേ. ത്രാഹി മാം പൗലസ്ത്യനാശന. ത്രാഹി മാം രാമ രമാപതേ. ആദികാലേ തവ മായാഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം. സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടി സൃഷ്ടിച്ചതേറ്റം ജഡസ്വഭാവങ്ങളായി. കഷ്ടമിതാർക്കു നീക്കാവൂ തവ മതം. പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരെന്നെ നിർമ്മിച്ചതും. മുന്നേ ഭവന്നിയോഗ സ്വഭാവത്തെ ഇന്നന്യഥാ കർത്തുമാരുള്ളതു ശക്തരായി. താമസോദ്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭോ. താമസമല്ലോ ജഡത്വമാകുന്നതും കാമലോഭാദികളും താമസഗുണം. മായാരഹിതനായി നിർഗുണനായ നീ മായാഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവാനായി ചമഞ്ഞു ഭവാൻ. കാരണപുരുഷനായി ഗുണാത്മാവുമായി. അപ്പോൾ വിരാട്ടിങ്കൽ നിന്ന് ഗുണങ്ങളാൽ ഉൽപ്പന്നരായതോ ദേവാദികൾ. തഥാ തത്ര സത്വത്തിങ്കൽ നിന്നല്ലോ ദേവകൾ. തദ്രജോഭൂതങ്ങളായി പ്രജേശാദികൾ. തത്തമോഭൂതനായി ഭൂതപതിതാനും. ഉത്തമ പുരുഷ രാമ ദയാനിധേ. മായയാച്ഛന്നനായി ലീലാമനുഷ്യനായി മായാഗുണങ്ങളെ കൈക്കൊണ്ട് അനാരതം നിർഗുണനായി സദാചിദ്ഘനനായി ഒരു നിഷ്കളനായി നിരാകാരനായി ഇങ്ങനെ മോക്ഷദനാം നിന്തിരുവടി തന്നെയും മൂർഖനാം ഞാൻ എങ്ങനെ അറിഞ്ഞിടുന്നു. മൂർഖജനങ്ങൾക്ക് സന്മാർഗപ്രാപകമോർക്കിൽ പ്രഭൂണാം ഹിതം ദണ്ഡമായതും. ദുഷ്ടാനുശാസനം ധർമ്മം ഭവാദൃശാം ശ്രീരാമദേവം പരം ഭക്തവത്സലം. കാരണപൂരുഷം കാരുണ്യസാഗരം. നാരായണം ശരണ്യം പുരുഷോത്തമം. ശ്രീരാമമീശം ശരണം നതോസ്മി ഞാൻ. രാമചന്ദ്രാഭയം ദേഹി മേ സന്തതം. രാമ ലങ്കാമാർഗമാശു ദദാമി തേ. യുദ്ധം വണങ്ങി സ്തുതിച്ച വരുണനോട് ഉത്തമ പുരുഷൻ താനുമരുൾ ചെയ്തു. ബാണം മതീയം അമോഘമതിന്നിഹ വേണമൊരു ലക്ഷ്യം എന്തതിനുള്ളതും. വട്ടമില്ലാതൊരു ലക്ഷ്യം അതിന് നീ കാട്ടിത്തരേണമിരിക്കു വാരാനിധേ. അർണവനാഥനും ചൊല്ലിനാൻ അന്നേരം അന്യൂനകാരുണ്യ സിന്ധോ ജഗൽപതേ. ഉത്തരസ്യാം ദിശിമത്തീരഭൂതലേ ചിത്രന്തുമകുല്യദേശം സുഭിക്ഷതം. തത്ര പാപാത്മാക്കളുണ്ട് നിശാചരരെത്രയും പാരമുപദ്രവിച്ചിടുവോർ. വേഗാലവിടേക്കയക്ക ബാണം തവ ലോകോപകാരമായത് നിർണയം. രാമനും ബാണമയച്ചാരതു നേരം ആമയം തേടിയിടുമാ വീരമണ്ഡലം എല്ലാം ഒടുക്കി വേഗേന ബാണം പോന്ന് മെല്ലവേ തുണീരവും പൊക്കിതാതരാൽ. പുഷ്കരനേത്രനെ വന്ദിച്ചു സത്വരം
പർവ്വതസ്തുല്യ ശരീരികളായിന ദുർവാരവീര്യമി എന്ന കപികളും സർവദിക്കിങ്കലും നിന്നു സരഭസം പർവ്വത പാഷാണ പാദപജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങി തെരുതര കുണ്ഠതാഹീനം പടുത്തു തുടങ്ങിനാൻ. നേരേ ശതയോജനായതമായുടൻ ഇരഞ്ചുയോജന വിസ്താരമാം വണ്ണം ഇത്തം പടുത്തു തുടങ്ങും വിധൗ രാമഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രമേശ്വരമെന്ന നാമമരുൾ ചെയ്തു. ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ ത്രിലോകഹിതാർത്ഥമായി പൂജിച്ച് വന്ദിച്ച് ഭക്ത്യാ നമസ്കൃത്യ രാജീവലോചനനേവമരുൾ ചെയ്തു. യാതൊരു മർത്യനിവിടെ വന്ന് ആദരാൽ സേതുബന്ധനം കണ്ട് രാമേശ്വരനെയും ഭക്ത്യാ ഭജിക്കുന്നത് അപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോട് വേർപെട്ട് അതിശുദ്ധനായി വന്നുകൂടും. മമാനുഗ്രഹാൽ മുക്തിയും വന്നീടും ഇല്ലൊരു സംശയം. സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്ത് ഭൂതേശനാകിയ രാമേശ്വരനെയും കണ്ട് വണങ്ങിപ്പുറപ്പെട്ടു ശുദ്ധനായി കുണ്ഠത കൈവിട്ടു വാരാണസി പൊക്കു ഗംഗയിൽ സ്നാനവും ചെയ്ത് ജിതശ്രമം ഗംഗാസലിലവും കൊണ്ടുപോന്ന് ആദരാൽ രാമേശ്വരൻ അഭിഷേകവും ചെയ്ത് അത ശ്രീമൽ സമുദ്രേ കളഞ്ഞ് തദ്ഭാരവും മജ്ജനം ചെയ്യുന്ന മർത്യൻ എന്നോടു സായുജ്യം വരും അതിനില്ലൊരു സംശയം എന്നരുൾ ചെയ്തിതു രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും. വിശ്വകർമാത്മജനാം നളനും പിന്നെ വിശ്വാസമോടു പടുത്തു തുടങ്ങിനാൻ. വിദ്രുതം അദ്രിപാഷാണ തരുക്കളാൽ അതിനെ തീർന്നു 14 യോജന. തീർന്നിത് 20 യോജന. പിറ്റേനാൾ 3-ാം ദിനം 21 യോജന. 4-ാം ദിനം 22 23 5-ാം ദിനം 5 നാൾ കൊണ്ട് ശതയോജനായതം ചഞ്ചലമെന്നിയേ തീർന്നോരനന്തരം സേതുവിന്മേലേ നടന്ന് കവികളും ആതങ്കഹീനം കടന്നു തുടങ്ങിനാർ. മാരുതി കണ്ഠേ കരേറി രഘൂത്തമൻ താരേയ കണ്ഠേ സുമിത്രാതനയനുമാരുഹ്യ ചെന്ന് സുബേലാചലമുകളേറിനാർ. വാനരസേനയോടും ദ്രുതം ലങ്കാപുരലോകനാശയ രാഘവൻ ശങ്കാവിഹീനം സുബേലാചലോപരി സംപ്രാപ്യ നോക്കിയ നേരത്തു കണ്ടിതു ജംബാരിതൻ പുരിക്കൊത്ത ലങ്കാപുരം. സ്വർണമയധ്വജ പ്രാകാരതോരണപൂർണം മനോഹരം പ്രാസാദസംകുലം. കൈലാസ ശൈലേന്ദ്ര സന്നിഭഗോപുരജാല പരിഹശതഗ്നി സമന്വിതം പ്രാസാദമൂർധ്നി വിസ്തീർണദേശേ മുദാവാസവതുല്യ പ്രഭാവേന രാവണൻ രത്നസിംഹാസനേ മന്ത്രിഭിസ്സങ്കലേ രത്നദണ്ഡാതപത്രൈരൂപശോഭിതേ. ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും ബാലത്തരുണിമാരെ കൊണ്ടു വീച്ച് നീലശൈലാഭം ദശകിരീടോജ്വലം നീലമേഘോപമം കണ്ടു രഘുത്തമൻ വിസ്മയം കൈക്കൊണ്ടു മാനിച്ചു മാനസേ സസ്മിതം വനരന്മാരോട് ചൊല്ലിനാൻ. ശ്രീരാമൻ
സേതു ബന്ധിക്കുന്ന ഭാഗമാണ് ഇവിടെ. ശ്രീരാമൻ സേതു ബന്ധിക്കുന്നത് എങ്ങനെ? സമുദ്രം ഇങ്ങനെ പരന്ന് കിടക്കുന്നു. 100 യോജനയുള്ള സമുദ്രമാണ്. അങ്ങോട്ട് ചാടാം, എനിക്ക് ഇങ്ങോട്ട് ചാടാൻ പറ്റില്ല എന്നൊക്കെ പല വാനരന്മാരും ശങ്കിച്ചത് അതുകൊണ്ടാണ്. അങ്ങനെ രാമൻ നോക്കി നിൽക്കുമ്പോൾ ലക്ഷ്മണനും സുഗ്രീവനും ഒക്കെ പറഞ്ഞു, വരുണദേവനാണല്ലോ ഇതിൻ്റെ അധിപൻ, അപ്പോൾ വരുണദേവനെ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞ് ശ്രീരാമചന്ദ്രൻ ദർഭ വിരിച്ച് പകലെന്നില്ല രാത്രിയെന്നില്ലാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3 ദിവസം പ്രാർത്ഥിച്ചു. കടലിനൊരു ഇളക്കവുമില്ലാന്ന് കണ്ട് ദേഷ്യം വന്നു രാമന്. എണീറ്റ് ദഹനബാണം എടുത്ത് തൊടുത്ത് നിൽക്കുക. ഹരിനാമകീർത്തനത്തിൽ എഴുത്തച്ഛൻ പറഞ്ഞല്ലോ, ഔവാരിധൗ ദഹനബാണം തൊടുത്തത് തിളപ്പിപ്പതിന്നു മതി എന്ന് പറയുന്നുണ്ടല്ലോ. ദഹനബാണം തൊടുത്ത് നിൽക്കുന്നു. എന്നിട്ട് രാമൻ പറയുന്നുണ്ട്, എൻ്റെ പൂർവികരാണ് ഇവനെ സാഗരമാക്കിയത്. അത് സാഗരത്തിനും അറിയാം. സഗര നരപതി തനയർ എന്നെ വളർക്കയാൽ സാഗരമെന്ന് ചൊല്ലുന്നതെല്ലാവരും എന്ന സമുദ്രത്തിന് അറിയാം. അത് സുന്ദരകാണ്ഡത്തിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ പറയുന്നുണ്ട്, അത് ആ കഥ ഞാൻ പറയുന്നില്ല, അത് വിസ്താര ഭയത്താൽ അത് പറയുന്നില്ല. ഈ സഗരൻ്റെ മക്കൾ അദ്ദേഹത്തെ അന്വേഷിച്ചിറങ്ങിയതും കുഴിച്ചതും ഒക്കെയാണ് കഥ. ഈ എൻ്റെ കുലത്തിലുള്ള ആളുകൾ തന്നെ സംഭാവന ചെയ്ത പേര് ഞാനായിട്ടങ്ങ് എടുത്തേക്കാം എന്ന് പറഞ്ഞ് എന്നെ ദേഷ്യം പിടിപ്പിക്കുകയാണല്ലോ, എന്നെ രോഷാകുലനാക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് ദഹനബാണം കൊടുക്കാൻ നിൽക്കുമ്പോഴാണ് വരുണൻ കയ്യിൽ രത്നസ്വർണ്ണ മണിമയ ആഭരണങ്ങളുമായിട്ട് സ്വീകരിക്കാൻ എത്തുന്നു. ക്ഷമിക്കണം പ്രഭോ എന്ന് പറയുന്നു. എന്നിട്ട് ശ്രീരാമനെക്കുറിച്ചുള്ള വർണ്ണനകൾ, ശ്രീരാമനെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ശ്രീരാമൻ പറയുന്നു, ശരി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നു. സമുദ്രം ഒരു വീഥി കാണിച്ചു കൊടുക്കുന്നു. ആ വീഥിയിലൂടെ സമുദ്രത്തിനും വായുവിനുമൊക്കെ വായുപാതയും ജലപാതയും ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാ വഴിയിലൂടെയും കപ്പൽ സഞ്ചരിക്കാത്തതും, വെള്ളത്തിലെ എല്ലാ വഴിയിലൂടെയും സഞ്ചരിക്കാത്തതും, ആകാശത്തിലെ എല്ലാ വഴിയിലൂടെയും വിമാനം സഞ്ചരിക്കാത്തതും അങ്ങനെയാണ്. അവർക്ക് അവരുടേതായ ഒരു സഞ്ചാരപഥമുണ്ട്. അത് കാണിച്ചു കൊടുക്കുകയാണ് ജലം. വാനരന്മാരോട് പറയുന്നു, നിങ്ങൾ പാഷാണ ഖണ്ഡങ്ങളും പർവ്വതഖണ്ഡങ്ങളും കൊണ്ടുവന്ന് നിരത്തി സേതു ബന്ധിക്കുവിൻ എന്ന് പറയും. അതിനു മുമ്പ് രാമനൊരു കാര്യം ചെയ്യുന്നുണ്ട്. രാമേശ്വരനായ ശിവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ച്, ശിവൻ നമുക്കറിയാം ഈ സർവലോകത്തിൻ്റെയും അധിപനാണ്, വിശ്വനായകൻ എന്നാണ് സങ്കല്പം, വിശ്വനാഥൻ എന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ രാമേശ്വരനെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചിട്ട് രാമൻ പറയുന്നുണ്ട്, ഏതൊരു ഭക്തനാണോ ഇവിടെ വന്ന് സേതുബന്ധനവും കണ്ട് രാമേശ്വരനെയും പ്രാർത്ഥിച്ച് തിരിച്ചു പോകുന്നത് അവൻ ജീവൻ മുക്തനായി വരും എന്ന് രാമൻ അനുഗ്രഹിക്കുകയാണ്. ഇവിടെ എഴുത്തച്ഛൻ ഉപയോഗിക്കുന്ന ഒരു മനോഹരമായൊരു ഒരു സൗന്ദര്യാത്മകമായൊരു തന്ത്രമുണ്ട്. അത് പണ്ട് കാലത്ത് ഈ ശൈവന്മാരും വൈഷ്ണവന്മാരും തമ്മിലുള്ള യുദ്ധം അടി നടക്കുന്ന സമയത്ത് എഴുത്തച്ഛൻ അതിനെ ഒന്ന് ഇല്ലാതാക്കാനും ഇവരെ സ്വരൂപിപ്പിക്കാനും കൂടി വേണ്ടി ആണ് വിഷ്ണുവിൻ്റെ കഥ ശിവനെ കൊണ്ട് പറയിച്ചത്. ഇവിടെ വന്ന് ശിവനെ പൂജിക്കുന്നവർക്ക് ഞാൻ അനുഗ്രഹം കൊടുക്കുമെന്ന് വിഷ്ണു പറയുന്നു. വിഷ്ണുവാണ് ഉത്തമനായ ഈശ്വരൻ. അതുകൊണ്ട് ആ കഥ നിനക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടായത് കൊണ്ട് നീ ധന്യയായി എന്ന് ശിവൻ തൻ്റെ ഭാര്യയായ പാർവതിയോട് പറയുന്നു. ഇതൊരു മനോഹരമായ രചനാതന്ത്രമാണ്. അതുതന്നെയാണ് എഴുത്തച്ഛൻ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ശ്രീരാമൻ പറയുന്നുണ്ട്, ഇവിടെ വന്ന് ദേവദേവേശനായ പരമേശ്വരനെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥിക്കുന്ന ആളിന് മുക്തി ലഭിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ സമുദ്രത്തിൽ ചിറകെട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമുക്ക് അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് എന്ന പഴഞ്ചൊല്ലിനെ സംഭാവന ചെയ്ത ആ രംഗം സംഭവിക്കുന്നത്. അണ്ണാൻ ഇങ്ങനെ മണലിൽ കിടന്ന് ഉരുളുന്നു, വെള്ളത്തിൽ വീഴുന്നു, മണലിൽ ഉരുളുന്നു. ആ ബാക്കി മണലിനെ കൊണ്ടുവന്ന് ശരീരത്തിൽ പറ്റിയ മണലിന് ഈ രണ്ട് പാറകൾക്കിടയിൽ നമ്മൾ സിമൻറ്റ് തേക്കുന്നത് പോലെ ബന്ധിപ്പിക്കുന്നു. വീണ്ടും ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ രാമൻ അണ്ണാനെ വാത്സല്യപൂർവ്വം കയ്യിലെടുത്ത് തഴുകുന്നു. ആ തഴുകിയതാണത്രേ 3 വരകൾ എന്നാണ് കഥ. ഇത് കഥയാണെന്ന് നമ്മൾ വിചാരിക്കും. ഇന്ത്യയിലെ അണ്ണന്മാർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ഉള്ളൂ നമ്മൾ വിചാരിക്കും. എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണല്ലോ എന്നും നമ്മൾ വിചാരിക്കും. പക്ഷേ
ഒരിക്കൽ കവി ഏഴാച്ചേരി രാമചന്ദ്രൻ അമേരിക്കയിൽ പോയിട്ട് വന്നിട്ട് ഒരിക്കൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, പന്നി എലി പോലുള്ള അണ്ണാൻ, വെളുവെളുത്ത അണ്ണാൻ അവിടെ ഉണ്ട് അമേരിക്കയിൽ. പക്ഷേ ആ അണ്ണാൻ്റെ മുതുകത്ത് 3 വരയില്ല. നമ്മുടെ നാട്ടിലെ അണ്ണാൻ്റെ മുതുകത്ത് 3 വരയുണ്ട്. അപ്പോൾ ചില കഥകൾ ചില സന്ദർഭങ്ങളെ ചേർത്ത് വയ്ക്കുന്നതും ആകാം അല്ലേ എന്ന് ചോദിച്ചു. അതും അദ്ദേഹത്തെ പോലെ വളരെ പുരോഗമനവാദിയായൊരു മനുഷ്യനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെയാണോ അല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ആ 3 വരയെ മനോഹരമായൊരു കഥയിൽ നിബന്ധിക്കാൻ പൂർവികർ കാണിച്ച സർഗാത്മക സിദ്ധിയെയാണ് ഞാൻ നമസ്കരിക്കുന്നത് എന്നാണ് ഇവിടെ പറയാനുള്ളത്. ഈ സേതു ബന്ധിക്കുക എന്ന് പറഞ്ഞാൽ ഉത്തമമായ ഇക്കരയെയും അധമമായ അക്കരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സേതു എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ഈ ഉത്തമമായ കരയിൽ നിന്ന് ഉത്തമത്വത്തിൻ്റെ പ്രതീകങ്ങളായ വൈകാരികവും വൈചാരികവുമായ അംശങ്ങൾ നടന്ന് അവിടെ ചെന്ന് അതിനെക്കൂടി സംശുദ്ധമാക്കി ലക്ഷ്മിത്വമായി തിരിച്ചു വരുന്ന ഒരു തത്വമാണ് ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമുദ്രലംഘനം കേവലം ഒരു കടൽ കടക്കലല്ല, അത് ജന്മമരണത്തിൻ്റെ സംസാര സാഗരത്തിൻ്റെ കടൽ കടക്കൽ മാത്രമല്ല, തത്വദർശനത്തിൻ്റെ കടലിലൂടെയുള്ള മാനവസ്വരൂപിയായ രാഘവൻ്റെ യാത്രയുടെ ആരംഭം തന്നെയാണ് എന്ന് വേണം വിചാരിക്കാൻ. അത്തരത്തിലാണ് സമുദ്രലംഘനം ഗംഭീരമാകുന്നത്. ഇതിലെ ഓരോ ഇലകളെയും സ്പർശിക്കുന്നില്ല. ഇനി നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇതിൻ്റെ കഥയുടെ ഫലപ്രാപ്തിയിൽ അല്ലെങ്കിൽ ഈ രാമായണ പാരായണത്തിൻ്റെ സാഫല്യ മൂർധന്യത്തിൽ എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ രാമായണ ജന്മ ആശംസ.